നമസ്കാരം, പൊന്നാനി ചാനലിലേക്ക് സ്വാഗതം. നവാസിന്റെ സാന്നിധ്യത്തിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫർഹാനുള്ള കൂടുതൽ അംഗീകാരമായി കാണുന്നു എന്നതുകൊണ്ട് തന്നെയാണ് MLA ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. പൊന്നാനി നഗരസഭയെ കൂടി കൈയടക്കിയാൽ തീർത്തും നമ്മുടെ ആധിപത്യത്തിൽ UDFന്റെ ആധിപത്യത്തിൽ പൊന്നാനിയും ജില്ലയും മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ സംഘടനാ പ്രവർത്തനത്തിനും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. ഈ പ്രദേശത്ത് നിന്ന് മലപ്പുറത്തെ എന്നല്ല കേരളത്തെ ഏറ്റവും വലിയ ജില്ലയായ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരിക്കുന്നു. നിന്നെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്ന് പറയേണ്ടതേ ഉള്ളൂ. ഈ നാടിൻ്റെ സ്നേഹമുണ്ട് എന്ന് പറയാൻ അതിനപ്പുറത്തേക്കൊരു ചടങ്ങിൻ്റെയും ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പൊന്നാനിയെ സംബന്ധിച്ച് MSFന് എല്ലാ കാലത്തും നല്ല സംഭാവനകൾ നൽകിയ മണ്ണാണ്. MSFൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് ഒന്നിലധികം ജനറൽ പോസ്റ്റിലേക്ക് ആളുകൾ വന്ന മണ്ണാണ് പൊന്നാനിൻ്റെ മണ്ണ്. MSFൻ്റെ സംസ്ഥാന ട്രഷററായി നിങ്ങളുടെ ഈ നിയോജകമണ്ഡലക്കാരനായ അഷർ പെരുമുക്ക് എന്നോടൊപ്പം ഉണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, കുറ്റിപ്പുറം പാലത്തിൻ്റെ ഇപ്പുറം ഒന്നും കിട്ടാറില്ല എന്നാണ് എപ്പോഴും ഒരു പരാതി പറയാറുള്ളത്. MSFകാർക്ക് എന്തായാലും ആ പരാതിയില്ല. കുറ്റിപ്പുറം പാലത്തിന് ഇപ്പുറത്തേക്ക് MSFന് സർവ്വതും കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ അവർക്ക് വെറുതെ കിട്ടിയതല്ല, അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ലഭിച്ചതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് VKM ഷാഫി ആയാലും സവാദ് വെളിയങ്കോടായാലും അഷർ പെരുമുക്കായാലും ഇപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് ഫർഹാൻ BM ആയാലും നിരന്തരമായ കഠിനാധ്വാനികളാണ്. അതവരുടെ സവിശേഷതയാണ്. അങ്ങനെ കഠിനാധ്വാനം ചെയ്യുമ്പോൾ സ്വാഭാവികമായി അർഹമായതൊക്കെ അവരിലേക്ക് എത്തും. ഫർഹാനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായപ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് മലപ്പുറം ജില്ലയിൽ ആകെ ഒരു പ്രതിപക്ഷ നേതാവുള്ളൂ എന്ന്. എല്ലാ ദിവസവും പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ തമാശക്കെങ്കിലും ഞങ്ങൾ പറയാറുണ്ട്, ഇന്ന് പോകുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാക്കുക എന്ന് കരുതിയിട്ടാണ് ഫർഹാൻ പോവല്ലേ എന്ന്. അത്രയേറെ ലൈവായി നിൽക്കാൻ ഫർഹാന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിലാണ് പാർട്ടി അദ്ദേഹത്തെ കൗൺസിലിൻ്റെ നേതൃസ്ഥാനം ഏൽപ്പിച്ചത്. അത് എല്ലാ അർത്ഥത്തിലും വിജയകരമായി പൂർത്തീകരിക്കാൻ ഫർഹാന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയത് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ മലപ്പുറം പോലത്തെ ഒരു ജില്ലയിൽ, മലപ്പുറത്തിൻ്റെ സവിശേഷത നമുക്കറിയാം. പ്രത്യേകിച്ച് MSFൻ്റെ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് മലപ്പുറം ജില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. ഞാൻ സംസ്ഥാന അധ്യക്ഷനായി നിൽക്കുന്ന ഒരാളാണ്. ഏതാനും ആഴ്ചകൾക്കും ഞങ്ങൾ സ്ഥാനം ഒഴിയാൻ വേണ്ടി പോവാണ്. എന്നാൽ സമാനമായ രൂപത്തിലേക്ക്, ആ പദവിയോളം സമാനമായ രൂപത്തിലേക്ക് ഈ സംഘടനയിലുള്ള മറ്റൊരു പദവിയാണ് മലപ്പുറം ജില്ലാ MSFൻ്റെ അധ്യക്ഷ പദവി എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് മലപ്പുറം. ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് പൊന്നാനി തന്നെ നിങ്ങളെടുത്താൽ, നേരത്തെ നമ്മുടെ കോളേജിൻ്റെ പൊന്നാനി MES കോളേജിൻ്റെ കാര്യം പറഞ്ഞു. അത്തരം നിരവധി കോളേജുകൾ ഈ ജില്ലക്കകത്തുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ മാത്രം സ്വാധീനമുള്ള കുറേ കോളേജുകൾ. അത്തരം കോളേജുകളുടെയൊക്കെ അധികാര കേന്ദ്രങ്ങളെ തല്ലിക്കെടുത്തിക്കൊണ്ടാണ് സംഘടന ഈ ജില്ലയിൽ ഇത്ര വലിയ മികവുറ്റ ഒരു പോരാട്ടം, മികവുറ്റ ഒരു കാലത്തെ സമ്മാനിച്ചത്. ഇപ്പോൾ നിങ്ങളെ നാട്ടുകാരനെ ഏൽപ്പിക്കപ്പെടുകയാണ്. ഫർഹാൻ ഏൽപ്പിക്കപ്പെടുന്നത് കേവലം ഒരു അധികാരം മാത്രമല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൻ്റെ ബോധവും ഫർഹാൻ വ്യക്തിപരമായും ഫർഹാൻ്റെ നാട്ടുകാരെന്ന രീതിയിൽ നിങ്ങൾക്കും അതുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കാൻ. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഒരു നേതാവായി വളർന്നു വരുമ്പോൾ, അയാൾ ഉയർന്നു വരുമ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹത്തിന്, നിങ്ങളെ ചേർത്തുവെക്കലിന് സവിശേഷതയുണ്ട്. പക്ഷേ നേരത്തെ യൂസുഫിക്ക പറഞ്ഞ കാര്യമാണ് ഞാൻ അടിവരിയിട്ട് പറയുന്നത്. ഫർഹാൻ ജില്ലാ MSFൻ്റെ പ്രസിഡൻ്റ് ആകുമ്പോൾ അതിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, ആദ്യത്തെ വെല്ലുവിളി, ഏറ്റവും വലുതെന്ന് ഞാൻ പറയുന്നില്ല, ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് പൊന്നാനി കോളേജ് തന്നെയാണ്. ആ കോളേജ് നിലനിർത്താൻ കഴിയാതെ പോയാൽ ആദ്യത്തെ കാൽവെപ്പിൽ പിഴവ് സംഭവിച്ചു പോയോ എന്നൊരാശങ്ക നമുക്ക് വരും. അതുകൊണ്ട് ഈ സ്വീകരണ യോഗം നിങ്ങൾ ഒരുമിച്ച്, ഈ പുതിയ തലമുറയിൽ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ, മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ, ആ കാലെടുത്ത് വെക്കലിൻ്റെ ദിനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെല്ലാവരും ഒരുമിച്ച് അവന് നൽകുന്ന പിന്തുണയെങ്കിൽ, അവന് നൽകുന്ന സ്നേഹമെങ്കിൽ, അവന് നൽകുന്ന എല്ലാ അർത്ഥത്തിലുള്ള സപ്പോർട്ടുമാണെങ്കിൽ, അത് ഈ ക്യാമ്പസ് തിരഞ്ഞെടുപ്പിൽ പൊന്നാനി കോളേജിലെ MSFൻ്റെയും KSUവിൻ്റെയും പതാക ഉയർന്നു പറന്നുകൊണ്ട് തന്നെയാണ് അത് തിരിച്ചു നൽകേണ്ടത് എന്ന് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ അത് പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇവിടെ സമദക്ക് ഉൾപ്പെടെയുള്ളവർ
പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിരസിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ഈ മുനിസിപ്പാലിറ്റിയിലെ മുസ്ലിം ലീഗുകാർ 22-ാം വയസ്സ് ആ പ്രായത്തിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ നാട്ടിൽ മത്സരിക്കുവാൻ, ഞാൻ LLBക്ക് പഠിക്കുന്ന സമയത്താണ് എനിക്ക് നാട്ടിൽ മത്സരിക്കുവാൻ വേണ്ടി അവസരം നൽകുന്നത്. എൻ്റെ നാട്ടിലെ നാട്ടുകാർ എന്നെ വിജയിപ്പിച്ചു. അതിനുശേഷം 10 പേരിൽ പാർലമെൻ്ററി പാർട്ടി ലീഡറായി തിരഞ്ഞെടുത്തു. എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരമായി ഞാൻ അതിനെ കാണുകയാണ്. മാത്രമല്ല, MSFൻ്റെ ഈ യാത്രയിൽ എനിക്ക് ലഭ്യമായിട്ടുള്ള ഈ ഒരു സന്തോഷം ഈ മുനിസിപ്പാലിറ്റിക്ക് ലഭിച്ച ഒരു സന്തോഷമായി കാണുകയും എന്നെ ചേർത്ത് വെക്കുകയും ഇത്തരമൊരു സ്വീകരണം നൽകുകയും ചെയ്തിട്ടുള്ള മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ ഓരോ ഭാരവാഹികളെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെയും ഞാൻ ഹൃദയത്തിൽ തൊട്ട് അഭിവാദ്യം ചെയ്യുകയാണ്. MSFൻ്റെ ഒരു പ്രസിഡൻ്റായിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഭരണത്തിലിരിക്കുന്ന സമയമാണ്. ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം കുറച്ചുകൂടി പ്രയാസമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമാണ് ഭരണത്തിലിരിക്കുന്ന സമയമെന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളെ വിദ്യാർത്ഥി പക്ഷത്തു നിന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായും നമ്മുടെ നാടിന് ലഭിച്ചിട്ടുള്ള ഒരു സ്ഥാനം എന്നുള്ള നിലക്ക്, വ്യക്തിപരമായി എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക് എന്നിൽ അർപ്പിതമായ ഈ ഉത്തരവാദിത്വത്തെ പരമാവധി ചെയ്യാൻ, എന്നാലാകുന്ന രൂപത്തിൽ പരമാവധി ചെയ്യാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ടവർക്ക് ഞാൻ ആദ്യമായി ഉറപ്പ് നൽകുകയും നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് നിങ്ങൾക്ക് പ്രത്യഭിവാദ്യം നൽകിക്കൊണ്ട് തീർച്ചയായും ഈ ഹരിത രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാകും, നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. വെറും ഒരു ജോബ് അല്ല, ലോകം മുഴുവൻ കരിയർ സാധ്യതയുള്ള ജോബ് ആഗ്രഹിക്കുന്നുണ്ടോ? സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ്. അത് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ ഏവിയേഷൻ മേഖലയിൽ മികച്ച ജോലി, അട്രാക്റ്റീവ് സാലറി, ഗ്ലോബൽ അവസരങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്കിനി സ്വന്തമാക്കാം. 11 വർഷത്തെ വിശ്വാസത്തോടെ 500-ലധികം വിദ്യാർത്ഥികളെ ഇന്ത്യയിലും വിദേശത്തും പ്ലേസ്മെന്റ് നേടിയ ഗ്ലോബൽ അക്കാദമി ഇപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ റീഡിഫൈൻ ചെയ്യാൻ തയ്യാറാണ്. 1 വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ്, 3 വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി പ്രോഗ്രാം, ഇതെല്ലാം ഏറ്റവും അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ. സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കരിയറിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നൽകുന്നു. പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്, ഇൻഡസ്ട്രി ഫോക്കസ്ഡ് പ്രാക്ടിക്കൽ സെഷൻസ്, കൂടാതെ മലേഷ്യ ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ എക്സ്പോഷർ ട്രിപ്സും പിന്നെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും ഉറപ്പു നൽകുന്നു. അല്ലെങ്കിൽ 30,000 രൂപ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടും. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻസ് തുടരുന്നു. ഞങ്ങളുടെ ബ്രാഞ്ചസ് വരുന്നത് തിരൂർ, വളാഞ്ചേരി, ചെമ്മാട്, എടപ്പാളാണ്. ഇന്ന് തന്നെ കോൾ ചെയ്യൂ, നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ആക്കും. കോൺടാക്ട് 8075 764 120 7902 638 001.